തുറച്ചേരി തണലതി ഉറങ്ങിയിടും മണ്ണുടത്തി തരും ദൂതർ കനരടകൾ തിന്നു വൃത്തനാക്കി നടത്തിയിടും ദിനം ദിനമായി മണ്ണുടത്തി തരും ദൂതർ കനരടകൾ തിന്നു വൃത്തനാക്കി നടത്തിയിടും ദിനം ദിനമായി എനിക്കായി കരുതാമെന്നുരച്ചവനേ എനിക്കൊട്ടും ഭയമില്ല നിനച്ചിടുമ്പോൾ എനിക്കായി കരുതുവാനിഹത്തിനില്ലേന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിനില്ലേന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാനിഹത്തിനില്ലേന്നും ചുമത്തുന്നെൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയം ധ്യാനിപ്പാൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ് ആമേൻ 4-ാമത്തെ വാക്യം ഇന്ന് പകൽക്കാലം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് പകലിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആയിരക്കണക്കിന് പ്രാവശ്യം നമ്മൾ കേട്ട ദൂതുകൾ, അനേക അഭിഷിക്തന്മാരിൽ കൂടെ കേട്ട ദൈവിക ആലോചനകളാണ് വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസ്താവിപ്പാൻ ആത്മാവിൽ നിയോഗത്തോടെ നിങ്ങളുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ വായിച്ചത്, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം, അവിടെ നിനക്ക് ഭക്ഷണം ആമേൻ തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കൽപ്പിക്കാമെന്നല്ല, കൽപ്പിച്ചിരിക്കുന്നു. വളരെ ഒരു അധ്യായത്തിൽ ഒരു വാക്യമാണ് ഇന്ന് പകൽക്കാലം വായിച്ചത്. കാരണം ഏലിയാവിനെ ആഹാബ് എന്ന രാജാവിൻ്റെ മുൻപിൽ അയച്ചിട്ട് ആമേൻ ഏലിയാവ് പറയുന്നൊരു വാക്കാണ്, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറയാതെ, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ അവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ അരികിലുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് തന്നെയാണ് അവനോട് പറഞ്ഞത്. ആഹാബിനോട് നീ പറയണം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അവൻ എനിക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ഭാര്യ ഇസബേല് സകല ആമേൻ നിലങ്ങളിലും ബാൽ വിഗ്രഹത്തിരിക്കുന്നു. അതുകൊണ്ട് നീ പറയേണ്ടത്, ഞാൻ പറയുന്ന അരുളപ്പാടുകൾ നീ അവനോട് പ്രസ്താവിക്കണം അഭിഷക്തനെ എന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് കൊടുത്ത് ആമേൻ ഗിലെയാദിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ് ആണയിട്ട് പറയുകയാണ്. ആമേൻ. ആണയിട്ട് ദൈവസന്നിധിയിൽ കാര്യങ്ങൾ രാജാവിൻ്റെ മുൻപിൽ ആത്മനിയോഗം പ്രാപിച്ച് ആമേൻ തീയുടെ ശുശ്രൂഷ ഏൽപ്പിച്ച് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധി നിൽക്കുന്ന ഏലിയാവ് അല്പം പോലും ഭയമില്ലാതെ ആമേൻ തൻ്റെ ജീവനെ തന്നെ ആമേൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ദൈവം പറയുന്ന അരുളപ്പാടുകൾ പറയാൻ ധൈര്യത്തോടെ നിൽക്കുന്ന ഏലിയാവ് ഇന്ന് പകലിൽ, ഹല്ലേലൂയ, ഇസ്രായേലിൽ പ്രവാചകന്മാരില്ലാത്തത് കൊണ്ടാണോ ഒരു ഏലിയാവിനെ കൊണ്ടുവന്നത്? ഇസ്രായേലിൽ ആമേൻ ആഹാബിനോട് പടവെട്ടുവാൻ ഇതര പ്രവാചകന്മാരോ ആമേൻ പുരോഹിതന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബലം പ്രാപിച്ചവരില്ലാത്തത് കൊണ്ടാണോ കൊണ്ടുവന്നേ? എല്ലാവരെ കൊണ്ടും പറയാൻ പറ്റില്ല ദൈവ പൈതലേ.
പ്രൈസ് ദി ലോർഡ്. എല്ലാവരെ കൊണ്ടും തുറന്ന് പ്രസ്താവിപ്പാൻ കഴിയില്ല, അത് അന്നും ഇന്നും. പ്രൈസ് ദി ലോർഡ്. പലതിനെയും തെരഞ്ഞെടുക്കുന്നതിൽ കാര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് 1000 ഓപ്പിൾ ഇരുന്നാലും അതിൻ്റെ മുകളിലിരിക്കുന്നതിനെ ഒന്ന് മാറ്റി തിരിഞ്ഞ് അവർക്ക് വേണ്ടിയത് എടുത്ത് ആ ത്രാസിലേക്ക് അല്ലെങ്കിൽ തൂക്കുന്ന ആ മെഷീനിലേക്ക് വയ്ക്കുമ്പോൾ പിന്നെയും നോക്കൂ, ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നൽകി ശുശ്രൂഷ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നിൽക്കുന്നവനെ അല്ല നോക്കേണ്ടത്, തിരഞ്ഞെടുത്ത് ശുശ്രൂഷ പരമേൽപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് നോക്കി ഇന്ന് പകൽക്കാലം ഏലിയാവിനോട് പറഞ്ഞത് ഏലിയാവ് ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നീ ഒരു കാര്യം ചെയ്തോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ യഹോവ അവനോട് പ്രൈസ് ദി ലോർഡ്, നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് അരികിലുള്ള കെരീത്ത് തോട്ടിനരികെ നീ ഒളിച്ചിരിക്കുക. അപ്പൊ യോർദാൻ നദി ഒഴുകുന്നു, ഒരു വലിയൊരു യോർദാൻ കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥലം. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൈത്തോട്, പ്രൈസ് ദി ലോർഡ്, അത് കെരീത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു തോട്. അത് യോർദാനോട് ചേർന്ന് കിടക്കുന്ന ഒഴുകുന്ന ഒരു നദിയാണ്. ആ നദിയുടെ അരികിൽ തന്നെ ചില പ്രൈസ് ദി ലോർഡ് ചെടികൾ നിപ്പുണ്ട്. അതിലൊന്നാണ് ചൂരച്ചെടി എന്ന് പറയുന്നത്. അതിനിടയിൽ നീ എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കുക. ചൂരച്ചെടിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മുറ്റം അടിക്കാൻ എടുക്കുന്ന ചൂലിൻ്റെ അതേ മോഡലിലുള്ളതാണ് ചൂരച്ചെടി. അതിൻ്റെ മൂട്ടിൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഏലിയാവിന് വേണമെങ്കിൽ പറയാം, ഇതിനേക്കാളും ഫലപുഷ്ടിയായ വേറെ അത്തി നിപ്പുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ വൃക്ഷങ്ങൾ ഇവിടെ നിപ്പുണ്ട്, അതിലൊക്കെ കയറി ഒളിച്ചിരിക്കാമല്ലോ, ഇതിൽ ഒളിച്ചിരുന്ന എങ്ങനെ അവരെന്നെ കണ്ടുപിടിക്കത്തില്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ ഏലിയാവ് അനുസരണമുള്ളവനായിരുന്നു. ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഇരിക്കാൻ പറഞ്ഞ ഇടം നീ ഒന്നുകൂടെ പരിശോധിക്കാതെ, ഒന്നുകൂടെ ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവം എൻ്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി ഒന്ന് പറയട്ടെ എന്നൊന്നും പറഞ്ഞിരിക്കാതെ, നിന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ, പ്രാഗൽഭ്യത്തോടെ, പക്വതയോടെ, ജ്ഞാനത്തോടെ അത് ദൂതുകൾ കൈമാറാൻ ദൈവത്തിൽ ശരണപ്പെട്ട് നീ എണീറ്റാൽ നിനക്ക് കെരീത്ത് തോട്ടിന് അകത്തുനിന്ന് നിന്നെ കുടിപ്പാനും പ്രത്യേകിച്ചൊരു കാക്കയെ നിർമ്മിച്ച് നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാൻ മാത്രം ഒരു സ്തോത്രം മേഘത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനമാക്കി നിന്റെ അടുത്ത് കൊണ്ടുവരും. ആർക്കും അതിൻ്റെ ചുണ്ടിൽ നിന്ന് കൊത്തിപ്പറിക്കാൻ കഴിയാത്ത, ഇതുവരെ ഈ ലോകം കാണാത്ത ഒരു കാക്കയെ നിനക്ക് വേണ്ടി സൃഷ്ടിക്കും ഏലിയാവേ. അതിനോട് ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവരാൻ തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്നലകളിൽ നീ കാണാത്തത്, ഇന്നലകളിൽ നീ കേൾക്കാത്തത്, ഇന്നലകളിൽ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ട് മാറാത്തതായ, ഇതുവരെ കാണാത്തതായ ചില അത്ഭുതങ്ങൾ ഏലിയാവേ നീ കാണാൻ പോകുക. കാരണം നിന്നെ വിളിച്ചത് വേറെ ആരുമല്ല, ഞാനാ നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനായ ഏലിയാവേ, നീ തോട്ടിൽ നിന്ന് കുടിക്കണം. ഞാൻ പറയുന്നത് നീ ആ തോട്ടിൽ നിന്ന് മാത്രം കുടിക്കണം. കാക്ക കൊണ്ടുവരുന്ന ഭക്ഷണം നീ കഴിക്കണം. സ്തോത്രം. ഞാൻ നിന്നോട് പറയുന്നത് ചെയ്താൽ ഈ തലമുറയിൽ ഞാൻ നിന്നെ മാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ ശനിയാഴ്ച എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് ഏലിയാവ് മാറിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, നോയിക്കേ, അങ്ങനെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഒരു ഇങ്ങനെ പറയുന്നത്, അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ സ്തോത്രം ചെന്ന് യോർദാൻ അരികെയുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. അവിടെ പാർത്തപ്പോ കാക്ക അവന് രാവിലെയും അപ്പവും ഇറപ്പും കൊടുക്കും, തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ, കാക്ക ഒരു ദിവസം പോലും മുടങ്ങാതെ നല്ല അപ്പവും ഇറച്ചിയും തൻ്റെ
ഭക്തന് കൊണ്ടു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യോർദാനിലെ വെള്ളം കുടിക്കാൻ കഴിയില്ല, പക്ഷെ കെരീത്ത് തോട്ടിലെ വെള്ളം കുടിക്കാൻ കഴിയും. ഇന്ന് പകലിൽ നീ അറിയാത്ത ചില തോടുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. പ്രവാചകൻ ഇരിക്കാൻ പറഞ്ഞ ഇടത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ശനിയാഴ്ച ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോയ, നിന്റെ ജീവിതത്തിനകത്ത് അടഞ്ഞിരിക്കുന്ന ചില അധ്യായങ്ങളെ തിരുത്തി കുറിക്കുന്ന ഒരു പ്രഭാതമാക്കി സ്വർഗം തീർക്കാൻ പോകുന്നു. അവിടെ 4-ാം വാക്യങ്ങൾ പറയുന്നു, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പുറപ്പെട്ടു. ഇന്ന് പകല് ചില പുറപ്പാടുകൾ, ചില ആമേൻ സ്തോത്രം യാത്രകൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഈ ശനിയാഴ്ച കർത്താവേ എല്ലാ അഭിഷക്തന്മാരെയും അഭിഷക്തമാരെയും കുഞ്ഞുങ്ങളെയും രോഗികളുടെ മേലും അപ്പൻ്റെ കൈ വയ്ക്കും, കരം വയ്ക്കുമാറാകണം. അങ്ങോട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.